ശബരിമല സ്വർണം കട്ടതിൽ സോണിയാഗാന്ധിയുടെ വീടിനകത്തേക്ക് കാര്യങ്ങൾ പതിയെ പതിയെ എത്തിച്ചേരുമ്പോൾ ഗൂഢാലോചന ജൻപത്താണോ എന്ന സംശയം ബലപ്പെട്ടു വരുമ്പോൾ അതുപോലെ തന്നെ സതീശന്റെ ആരോപണ തീവ്രത ക്ഷയിച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഫോട്ടോ എന്നും കുറ്റമല്ല. കടകംപള്ളിയുടെ ഫോട്ടോ വലിയ പ്രശ്നമായിരുന്നു. പിണറായി വിജയന്റെ ഫോട്ടോ അതിനേക്കാൾ പ്രശ്നമായിരുന്നു. ഇവരെല്ലാം തന്നെയായിരുന്നു ഫോട്ടോ വെച്ച് പറഞ്ഞത്. പക്ഷേ സോണിയാഗാന്ധിയുടെ കൈക്ക് പുറമെ എവിടെയൊക്കെ ചരട് കെട്ടിയെന്ന് ഇനിയൊക്കെ തെളിവുകൾ പുറത്തു വരേണ്ടതാണ്. ക്യാമറയ്ക്ക് മുന്നിൽ കയ്യിലാണ് ചരട് കെട്ടിയത്. ആ ചരടും ഏലസൊക്കെ ശബരിമല അയ്യപ്പന്റെ സ്വർണ്ണം ഉരുക്കിയതാണെന്ന് ഇപ്പോൾ ഏകദേശം വ്യക്തമായി വരുന്ന സന്ദർഭത്തിലാണ് സതീശൻ ഫോട്ടോയെ സംബന്ധിച്ചുള്ള ഒരു വിദഗ്ധ ന്യായീകരണം. ഞാൻ മുഖ്യമന്ത്രിയൊന്നും കുറ്റം പറയില്ല, അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അത്ര അതിന് SIT അന്വേഷിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെ ആരൊക്കെ ഫോട്ടോ എടുത്തെന്നല്ലല്ലോ. ശബരിമലയിലെ സ്വർണം കവർച്ച ചെയ്തത് ആരാണ്, അത് എവിടെ കൊണ്ടുപോയിട്ടാണ് വിറ്റത്, ഏത് കോടീശ്വരനാണ് അവിടുത്തെ ദ്വാരപാലക ശില്പം കൊടുത്തത് തുടങ്ങിയ കാര്യങ്ങളാണ് അന്വേഷിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെ ഫോട്ടോ എടുത്തവരല്ലല്ലോ അന്വേഷിക്കുന്നത്. പല ക്രിമിനലുകൾക്കും പല കുഴപ്പക്കാർക്കുമൊക്കെ പലരുടെയും കൂടെ നിന്ന് ഫോട്ടോ എടുത്തതാണ്. ഫോട്ടോ എടുത്തവരൊക്കെ പ്രതികളാകാൻ പറ്റുമോ? നാളെ ഏത് കേസിൽ ആര് പ്രതിയായാലും അവരുടെ കൂടെ ഫോട്ടോ എടുത്തവരൊക്കെ പ്രതികളാവോ? അതൊക്കെ CPM നേതാക്കൾ പെട്ടു. 3 CPM നേതാക്കൾ ജയിലിലാണ്. അടുത്ത CPM നേതാക്കന്മാർ, അതിനേക്കാൾ വലിയ നേതാക്കന്മാർ ജയിലിലേക്കുള്ള ക്യൂല. അതിന് ബാക്കിയുള്ളവരെ കൂടി ബന്ധപ്പെടുത്താൻ വേണ്ടിയിട്ട് നടത്തുന്ന വൃഥാശ്രമമാണ് മുഖ്യമന്ത്രി നടത്തുന്നത്. ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയോടുള്ള ചോദ്യം, അവരുടെ പാർട്ടിയോടുള്ള ചോദ്യം, അയ്യപ്പൻ്റെ സ്വർണം കവർന്നതിന് ജയിലിൽ കിടക്കുന്ന ആളുകൾക്കെതിരെ നിങ്ങൾ എന്തുകൊണ്ട് നടപടി സ്വീകരിക്കുന്നില്ല? അതാണ് ചോദ്യം. നടപടി സ്വീകരിക്കാത്തത് അവർ കൂടുതൽ ആളുകളുടെ പേരുകൾ വെളിപ്പെടുത്തും എന്നുള്ള ഭയം കൊണ്ടാണ്. അല്ലല്ല, ആര് അപ്പോയിൻമെൻറ്റ് കൊടുത്തത് എന്താ കുഴപ്പം? ഞാൻ ചോദിക്കട്ടെ, ഒരു കേസിൽ ഇപ്പോൾ പ്രതിയായി, അയാൾ അന്ന് പ്രതിയല്ലല്ലോ അല്ലല്ല, അന്നായാലും പ്രതിയല്ലല്ലോ. അതിനേക്കാൾ എളുപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പറ്റി അറിയാൻ എളുപ്പം പിണറായി വിജയനല്ലേ. പിണറായി വിജയൻ്റെ സഹപ്രവർത്തകരാണല്ലോ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെ കയറി ഈ അയ്യപ്പൻ്റെ സ്വർണം മുഴുവൻ മോഷ്ടിച്ചത്. എന്നിട്ട് ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെ ഈ സ്പെഷ്യൽ ബ്രാഞ്ച് പോലും അറിയാതെയാണോ മുഖ്യമന്ത്രി കൂടെ നിന്നത്? ഞാൻ മുഖ്യമന്ത്രി കൂടെ നിന്നതിനെ കുറ്റപ്പെടുത്തില്ല. അല്ല, കേൾക്ക്, ഞാൻ മുഖ്യമന്ത്രി കൂടെ നിന്നതിനെ ഞാൻ കുറ്റപ്പെടുത്തില്ല. കാരണം മുഖ്യമന്ത്രിക്ക് അറിയണമെന്നില്ല ഇയാൾ കൊള്ളക്കാരനാണോ അല്ലേ എന്ന്. പക്ഷെ അടൂർ പ്രകാശ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെ നിന്ന് ഫോട്ടോ ഉള്ളതിൻ്റെ പേരിൽ അടൂർ പ്രകാശിനെ നിങ്ങൾ ചോദ്യം ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് പിണറായി വിജയനെ ചോദ്യം ചെയ്യണം.